എല്ലാവരും ചോദിക്കുന്ന എല്ലാവർക്കും നല്ലൊരു നമസ്കാരമുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുകയാണ് കോട്ടൻ്റെ ഇനിയും വെറൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് കോട്ടൻ്റെ കുറേ വെറൈറ്റികൾ കാണാം. കോട്ടൻ്റെ കുറേ വെറൈറ്റി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കോട്ടൻ്റെ ഈ ഇങ്ങനെയുള്ള നല്ല നല്ല സൂപ്പർ വെറൈറ്റികളാണ് ഇന്ന് വന്നിട്ടുള്ളത്. കോട്ടൺ നമ്മൾ ഈ നാട്ടിൽ എല്ലാവരും കോട്ടൺ ഉപയോഗിക്കും. കാരണം വെച്ചാൽ കേരളയിലെ ഏറ്റവും കൂടുതൽ ചലിക്കുന്ന വെച്ചാൽ കോട്ടനാണ്. കാരണം വെച്ചാൽ അമ്പലത്തിൽ പോകാനായാലും പള്ളിയിൽ പോകാനായാലും എന്തോ വേണമെങ്കിലും കോട്ടനാണ്. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലും സിൽക്കിനെ പറ്റി കൂടുതൽ പ്രിയം. പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കോട്ടനാണ്. കോട്ടന്റെ ഇത് നല്ല സൂപ്പർ സാരിയാണ് ഈ കോട്ടനകത്ത് വരുന്നത്. പ്ലെയിൻ കോട്ടൺ അല്ല, നമുക്ക് എല്ലാത്തിലും വർക്ക് ഉണ്ട്. എംബ്രോയിഡറി വർക്കാണ്, പ്യുവർ എംബ്രോയിഡറി വർക്കാണ്. ഇത് നോക്കണേ, ജസ്റ്റ് ക്യാമറ സൂം करके एक बार दिखा दो. പ്യുവർ എംബ്രോയിഡറി വർക്കാണ് ഈ കാണിക്കുന്നത്. ഇത് എല്ലാത്തിലും നമുക്ക് 6 പീസിന്റെ സെറ്റാണ് വരുന്നത്. ഓക്കെ, ഇത് ഇതൊന്ന് കാണിക്കുവാണെങ്കിൽ എല്ലാത്തിലും നല്ല സൂപ്പറാണ്. ഇതിനകത്ത് 2 കരയുണ്ട്. ഇതിനകത്ത് സിൽവർ ലൈനിന്റെ പട്ടയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിൽവർ പട്ട എന്നാണ് ഇതിന് ഹിന്ദി പറയുന്നത്. ഓക്കെ, അപ്പോൾ സിൽവർ ലൈനിന്റെ ഒരു ബോർഡർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഇതാണ് നമ്മുടെ മുന്താണി ഇത് വരും. ഇതിനകത്ത് തന്നെ ബ്ലൗസ് പീസും ഉണ്ട്. ബ്ലൗസ് പീസ് ഈ ഭാഗത്താണ്. ബ്ലൗസ് പീസ് ആണ് ഇവിടെ ഇങ്ങനെ വരും. കംപ്ലീറ്റ് സാരിയാണ്. ഇതിനകത്ത് 6 പീസ് ഉണ്ട്. കിത്ര പീസ്? 6 പീസ്. ഓക്കെ, ഇതൊരു സാരിയായി. ഇനി അടുത്തൊരു സാരിയെ കാണിക്കുകയാണെങ്കിൽ ഇതൊരു സാരിയാണ്. ചിലതിനകത്ത് 6, ചിലതിനകത്ത് 8 അങ്ങനെ. ഇതിനകത്ത് ഒരു സാരി കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഈ സാരി മൊത്തത്തിൽ കാണിക്കുന്നത് ഇതും കോട്ടനാണ്. പ്യുവർ സൂപ്പർ കോട്ടൺ. ഇതിന് നമ്മൾ പറയുന്നത് മീനാകാരിയുടെ കോട്ടനാണ്. മീനാകാരി കളക്ഷൻസ് ആണ് ഈ കാണിക്കുന്നത്. കോൺസാ കളക്ഷൻസ്? മീനാകാരി കളക്ഷൻസ്. ഇതിനകത്ത് കുഞ്ചലമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും. कुंजलम और मुंदानी दोनों में क्या फर्क रहता है? कुंजलम और मुंदानी मतलब फर्क यही है, मेरे को ये नहीं मालूम. ठीक है, अच्छा थोड़ा बहुत तो डिफरेंस रहता होगा ना कि थोड़ा बहुत तो डिफरेंस रहता होगा. थोड़ा बहुत तो डिफरेंस है. मलयालम में बोलते हैं भाई कुंजलम, और मुंदानी मतलब यही है. ये साड़ी के इतना पोर्शन को मुंदानी बोलता है. ओके, जो पल्लू में आ जाता है यार. इतना दिन से साड़ी का दुकान में काम, मतलब ये सब वीडियो ले रहे हो, फिर भी ये चीज नहीं मालूम. लेकिन अपने यहाँ पे ऐसा है ना, सबको सब नहीं पता होता. हर एरिया के अलग अलग अपने मुंदानी मतलब ये हो गया इतना पोर्शन को बोलते हैं. जैसे ये फ्रंट साइड में जो पोर्शन आता है उसको बोलते हैं कुंजल, इसको बोलते हैं कुंजलम, इसको बोलते हैं. बस यही फर्क है और कुछ नहीं. ठीक है, അപ്പോൾ അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ്, എനിക്ക് അറിയത്തില്ലെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിന്റെ ബ്ലൗസ് പീസ് ഇതിനകത്തുള്ളത് ഇങ്ങനെ തന്നെ പ്ലെയിൻ ബ്ലൗസ് പീസ് വരും. ഇതിനകത്ത് ഈ ബ്ലൗസ് പീസിനകത്ത് ഈ ബോർഡർ ഉണ്ട്, സിൽവർ ലൈനിന്റെ ബോർഡർ ഉണ്ട്. അപ്പോൾ ഇതൊരു സൂപ്പർ സാരിയാണ്. ഇതിനകത്ത് 6 പീസ് ഉണ്ട്. ആദ്യം കാണിച്ചതിനകത്ത് 6 പീസ് ഉണ്ട്. ഇനി അടുത്തൊരു സാരി കാണിക്കുവാണ്. ഇതിന്റെ ബെൻഡെക്സിന്റെ എനിക്ക് പ്രിയപ്പെട്ട സാരികളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ള സാരികളാണ്. എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ വീട്ടുകാർക്കൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കുന്ന, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാരിയാണ് ഈ സാരി. ഈ സാരി അമ്മ എപ്പോഴും ചോദിക്കുന്ന ഒരു സാരിയാണ്. അതുപോലെ ഈ 2 സാരി എൻ്റെ അമ്മയ്ക്ക്, मेरा मम्मी को बहुत ज़्यादा अच्छा लगता था ये 2 सारी, क्योंकि ये स्पेशल डिमांड से बिकने वाला साड़ी है, सबको पसंद आ रहा है. അതാണ്. അപ്പോൾ ഇത് ഈ സാരി കണ്ടോണം. ഈ സാരി നല്ലൊരു സാരിയാണ്. ഓക്കെ, ഇത് നമ്മുടെ അമ്പലത്തിൽ പോകാനോ പള്ളിയിൽ പോകാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ്. ഇതിൻ്റെ ഒന്നും കൂടെ വിശാലമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുന്താണി പോർഷനാണ് ഈ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിക്കാനാണ് ഇങ്ങനെ പ്ലെയിൻ ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത്. റണ്ണിങ് മെറ്റീരിയലാണ് ഈ സാധനങ്ങളെല്ലാം ബ്ലൗസ് പീസ് വരുന്നത്. ഇതിനകത്ത് തന്നെ 6 പീസ് ഉണ്ട്. എത്ര പീസാണ്? 6 पीस. 6 पीस. लेकिन सब आप बता रहे हो 6 पीस 8 पीस. ऐसा कलर देखने हो तो क्या करना पड़ेगा? വീഡിയോ കോൾ ചെയ്തേ പറ്റൂ. അതിനകത്ത് യാതൊരു രക്ഷയില്ല. കാരണം ഇതെല്ലാം കൂടെ ഞാൻ കുത്തിയിരുന്ന് കാണിക്കാൻ പോയ സമയം കുറേ എടുക്കും. അതുകൊണ്ട് ഓക്കെ, ഇതാണ് അടുത്തൊരു KGF എന്ന് പറഞ്ഞ സാരിയാണ്. കേരള കോട്ടൺ, പ്യുവർ കേരള കോട്ടന്റെ സാരിയാണ് ഈ കാണിക്കുന്നത്. എംബ്രോയിഡറി വർക്ക് വിത്ത് എംബ്രോയിഡറി വർക്കുള്ള സൂപ്പർ ഡൂപ്പർ സാരിയാണിത്. ഏട്ടാ, ഇതൊക്കെ ഒറിജിനൽ എംബ്രോയിഡറി ആണ്. ഇത് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കഴുകിപ്പോയാൽ മാറുന്നുള്ള, കഴുകിപ്പോയെന്നും പോലത്തെ സാരികളാണ് ഇത്. ഞാൻ വീട്ടിൽ കൊണ്ട് ഗ്യാരണ്ടി. നമ്മൾ ചുമ്മാ ഇരുന്ന് പറയല്ല, ഇത് കഴുകുമ്പം പോവും, ഇത് അങ്ങനെ പോവും. ഇത് എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ട് യൂസ് ചെയ്ത സാരിയാണ്. എൻ്റെ വൈഫും എൻ്റെ വീട്ടിലെ എല്ലാവരും യൂസ് ചെയ്ത സാരിയാണ്. അവർക്ക് വരെ അറിയാവുന്ന സാരിയാണിത്. അപ്പോൾ അങ്ങനെ ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഒരു കാര്യം, കഴുകിപ്പോയതിന് നിങ്ങളുടെ കളർ പോയതിനു ശേഷം ആരും ഇതുവരെ വിളിച്ചിട്ടുമില്ല. ഇന്ന് വരെ എനിക്ക് ഈ ഷോപ്പിൽ 3 വർഷമായി. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സംഭവം എടുക്കാവുന്നതാണ്. അതിനകത്ത് തന്നെ കുറേ ഗ്യാരണ്ടി ഉണ്ട്. ഇതൊന്നുണ്ട്. ഓക്കെ, ഇതും സെയിം സാരിയാണ്. ഇത് നമുക്ക് തുറക്കണ്ട, ഇത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. സെയിം സാരിയാണ്. ഇതിനകത്ത് ഇച്ചിരി ഫാൻസി കുഞ്ചലമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സാരിയായി. ഇനി കേരള में बहुत ज्यादा लोगों को है, बहुत प्यारा पार्सल निकलते हैं इसके सीधे पूरे पार्सल एक में. ഇപ്പോൾ ഒരാള് എൻ്റെ കയ്യിൽ പള്ളിയിൽ നിന്ന് 150 സാരി എടുത്തു. आपको याद है अभी इधर एक जो व्यक्ति आया था अंदर, चर्च वाला जो
150 साड़ी लेके गया एक साथ अभी अगले महीने और आ रहा है ये തിരുവനന്തപുരത്തിൽ നെയ്യാറ്റിൻകര ഉള്ള ഒരു പുള്ളിയാണ് ഞാൻ പേര് പറയുന്നില്ല नाम नहीं बोलता हूं मेरे को एक चीज बताओ एक कस्टमर यहाँ से माल लेके गया वो वापस अपने से माल लेने आता है तो उसको वापस क्या चीज बुलाती है अपना नया कलेक्शन या अपनी जो रेट है वो या फिर क्वालिटी क्या चीज की वजह से आता है तीनों चीजें मिलता है റേറ്റ് മിലേഗ आपको റേറ്റ് अगर ഇത് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് ഈ പറയുന്നത് ഈ റേറ്റിൽ നമ്മുടെ നാട്ടിൽ എന്തായാലും ഈ സാരി കിട്ടത്തില്ല ഓക്കെ റേറ്റ് ക്വാളിറ്റി പിന്നെ എന്തോ ഓർക്കാ പോലെ കളക്ഷൻസ് ഈ മൂന്നും നിയമാവാരി അവൈലബിൾ ആണ് റേറ്റ് ന്യൂ കളക്ഷൻസ് അതുകൊണ്ട് പിന്നെ ഓർക്കോൺസ പോലെ आपने ഗ്യാരണ്ടി ഈ മൂന്ന് കളക്ഷൻ ഈ മൂന്ന് കാര്യങ്ങളും നിയമാരിയിൽ ഇത് നല്ല സൂപ്പർ വെള്ള സാരിയാണ് വെള്ള സാരി നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് ഇപ്പൊ കൺവെൻഷന് പള്ളിയിലെ റാസകളെ കാര്യങ്ങളെ बोला था आज कॉटन पे वर्क दिखाओगे ये तो प्लेन दिख रहा है या वर्क अरे है इसमें? यार आप एक बार जूम करके दिखा दो यार ये वर्क है यार ओहो, अंदर का मीनाकारी वर्क का है वर्क। मीनाकारी वर्क है अंदर क्या बात। ठीक है व्हाइट आप एकदम से इसको व्हाइट में ऐसे नहीं बोलना चाहिए तो ठीक है इसलिए अंदर एक चीज मैंने अभी फर्क मेरे को पता चला कि ऑनलाइन मंगाओ फोटो देखो जो भी है समझ आ जाएगा लेकिन जो क्वालिटी है एकदम झूम करके जो चीज फील करके देखिए सूरत आएगा तब possible। സൂറത്ത് അപ്പൊ സൂറത്തിൽ വരുന്നവർ എന്നെ വിളിക്കുക ഒരു ദിവസം മുമ്പ് എന്നെ വിളിച്ചാൽ മതി ഇതിൽ എത്ര വേണമെങ്കിലും ഈ സാരി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു 100 വേണോ 150 വേണോ 200 വേണോ എത്ര സാരി വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും ഇത് നല്ലൊരു സൂപ്പർ സാരിയാണ് വെള്ളയിൽ ഒരു വർക്കുള്ള थोड़ा चमक दमक चाहिए वो फैंसी कलर में तो कोई है अपने पास कॉटन में वर्क अगर ऐसा कुछ चाहिए हो तो अरे एक सेकंड हाँ ये वाला दिखाओ ना ये वाला ഈ വല ഓക്കെ കോട്ടണിൽ ചമക്ക് ഇനിയിപ്പം നമുക്ക് ഇനി അമ്പലത്തിലൊക്കെ ഉടുക്കാനാണെങ്കിൽ കോട്ടണിൽ അമ്പലത്തിൽ ഉടുക്കാനാണോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഈ സാരി കുറച്ച് നല്ലതാണ് ഓക്കെ ഇത് ഒരു മന്ദിർ സ്പെഷ്യൽ സാരിയാണ് മന്ദിർ സ്പെഷ്യൽ സാരിയാണിത് ഓക്കെ ഇത് ഇവിടെ നോക്കുക ഇതിനകത്ത് നോക്കുക നല്ല സൂപ്പർ ഒരു എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ സാരി നല്ല സൂപ്പറാണ് ഇതിനകത്ത് ഇങ്ങനെ വരുന്നത് ബ്ലൗസ് പീസും ഉണ്ട് ഇത് ये तो आपने एक एक पैटर्न दिखाया मेरे को और डिजाइन चाहिए हो तो मिलेगा इन सब में വീഡിയോ കോൾ ചെയ്യണം വീഡിയോ കോൾ ചെയ്ത് ഞാൻ എത്ര ഡിസൈൻ വേണമെങ്കിലും നിങ്ങളെ കാണിക്കാം ഇതാണ്ട് അടുത്തൊരു ഡിസൈനാണ് കോട്ടണിലെ ഈ ഡിസൈന് ഇനി വേറൊരു കോട്ടൺ ആണ് ഇത് ഇങ്ങനെ ഡിസൈന് ഒരുപാട് ഡിസൈൻ ഉണ്ട് ഒരുപാട് ഡിസൈൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കോൾ ചെയ്തേ പറ്റൂ വീഡിയോ കോൾ ചെയ്തൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഞാൻ അടുത്ത എത്ര വേണമെങ്കിലും കളക്ഷൻസ് एक चीज क्लियर कर दो ना आपने बोला वीडियो कॉल करके देख लो अभी कोई घर वाला भी होता है कि मेरे को एक साड़ी दो साड़ी चाहिए तो वीडियो कॉल करना है या होलसेल നമുക്ക് യഥാർത്ഥത്തിൽ റീറ്റെയിൽ ഇല്ല നമുക്ക് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഒരു സെറ്റ് എടുക്കണം നിങ്ങൾ കുറഞ്ഞതൊരു സെറ്റോ അല്ലെങ്കിൽ കുറഞ്ഞത് നിങ്ങൾക്ക് മീൻസ് 10000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 10000 രൂപയ്ക്കെങ്കിലും ഞാൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്നെ വിളിച്ചാൽ മതി ഓരോരുത്തരും സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തോ ആണെങ്കിലും നിങ്ങൾ ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നവർ എന്നെ വിളിക്കുക നിങ്ങളായിട്ട് ഞാൻ സഹകരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കണ്ട ഓക്കെ ഏത് സമയം വേണമെങ്കിലും എന്നെ വിളിക്കാം ആദ്യം കാണുന്ന നമ്പറിലേ വിളിക്കാവൂ ആദ്യം കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുക ധൈര്യമായിട്ട് വിളിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം